കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നമ്മളുടെ റെസ്യൂമെ പ്രിപ്പറേഷൻ ക്ലയൻസിന് വരുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു ഡൗട്ടുണ്ട്. ഫ്രഷേഴ്സ് എന്ന് കേൾക്കുമ്പോൾ ആരാണ് ഒരു ഫ്രഷർ ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റ് എന്നുള്ളത്. ഫ്രഷർ ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റ്, ഫ്രഷർ എന്നുള്ളൊരു ടേം ഉപയോഗിക്കുന്നത് ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു കാൻഡിഡേറ്റിനെയാണ് ഫ്രഷർ എന്നുള്ളൊരു ടേം കണ്ട് പൊതുവെ ആൾക്കാർ അഭിസംബോധന ചെയ്യുന്നത്. ഇൻറ്റേൺഷിപ്പ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അതൊരു വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് കൗണ്ട് ചെയ്യില്ല. അതൊരു പൊതുവെ ഒരു ലേണിങ്ങിൻ്റെ പാർട്ടായിട്ട് വരുന്നൊരു കാര്യമാണ്. സോ നിങ്ങൾ ഒരു ഗ്രാജുവേഷനോ വോട്ടെവർ ഇറ്റ് ഈസ്, നിങ്ങൾ എന്തെങ്കിലും ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ്, ഇൻറ്റേൺഷിപ്പായിട്ടോ ഓൺ ദ ജോബ് ട്രെയിനിങ് ആയിട്ടോ എങ്ങാനും നിങ്ങൾക്കൊരു ട്രെയിനിങ്ങോ ഇൻറ്റേൺഷിപ്പോ കിട്ടിയിട്ടുണ്ട്, പക്ഷേ അതല്ലാതെ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ജോബ് എക്സ്പീരിയൻസ്, ഒരു ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ളൊരു റോളിലൊക്കെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങളൊരു ഫ്രഷറാണ്. സോ ഫ്രഷ് കാൻഡിഡേറ്റ്സ്, ഫ്രഷ് ഗ്രാജുവേറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരാണ്. നമ്മൾക്ക് സംശയം വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 2-3 കാറ്റഗറി ഓഫ് ആൾക്കാർ ഫ്രഷേഴ്സ് ആണ് തങ്ങൾ എന്നൊരു സംശയം അവർക്ക് ഫീൽ ചെയ്തിരുന്നു.